ഒരു വീടെന്ന സ്വപ്നം മനസ്സിൽ താലോലിക്കുന്ന ആർക്കും ഉണ്ടാകുന്ന ആദ്യത്തെ ആദി എങ്ങനെയുള്ള വീട് നിർമ്മിക്കണമെന്നാണ്. എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇപ്പോൾ ഇതുപോലൊരു മനോഹരമായ പഴമയുള്ളൊരു വീട്. പക്ഷേ നിർമ്മാണ ചെലവുണ്ട്. അതിലുപരി നിർമ്മിച്ചു കഴിഞ്ഞാൽ പരിപാലനം വളരെ പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മനസ്സിൽ വന്ന് നിറയുമ്പോൾ പിന്നെ ഇങ്ങനൊരു വീട് വേണ്ട എന്ന് മനസ്സിൽ ഉറപ്പിക്കും. അപ്പോൾ പിന്നെ പുതിയ കാലഘട്ടമല്ലേ, ഇതുപോലൊരു കോൺക്രീറ്റ് കെട്ടിടമാകാം എന്ന് ചിന്തിക്കും. അപ്പോഴത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ വലിയ നിർമ്മാണ ചെലവ് വരും. നിർമ്മാണ തൊഴിലാളിയുടെ കൂലി കുറച്ച് ഒരു വീട് നിർമ്മിക്കാനാകുമോ? നിർമ്മിക്കാനാകും. അതിനുള്ള ഉത്തരമാണ് അമേസ്. 28 ദിവസം കൊണ്ട് നിർമ്മിച്ച വിസ്മയമാണിത്. 400 സ്ക്വയർ ഫീറ്റാണ് ഈ കെട്ടിടത്തിന്. ചുടുകല്ലോ മറ്റ് കട്ടകളോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രത്യേകത എന്നുള്ളത് ലേബർ കോസ്റ്റ് ഒഴിവാക്കാം. കാരണം മേസ്തിരിയോ മറ്റ് സഹായികളൊന്നും ഇല്ലാതെ പൂർണ്ണമായും യന്ത്രം ഉപയോഗിച്ചാണ് ഈ 3D പ്രിൻ്റഡ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിൻ്റെ കേരളത്തിൽ ആദ്യമായിട്ട് 3D പ്രിൻറ്റിംഗ് ടെക്നോളജി അനുസരിച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. 3D എന്ന് പറയുന്ന പോലെ 3 ഡയമെൻഷനലായിട്ടുള്ളത് തന്നെയാണ്. ഇത് ലെയർ ബൈ ലെയർ ആയിട്ടാണ് പ്രിൻറ്റ് ചെയ്തെടുക്കുക. റോബോട്ടിൻ്റെ ആം ഉപയോഗിച്ചിട്ട് നമ്മൾ CAD ഡിസൈൻ കൊടുക്കുന്നതനുസരിച്ചിട്ടുള്ള ഒരു പ്രിൻറ്റിംഗ് ആണ്. ഇത് ഏത് രീതിയിൽ വേണോ, നമ്മൾക്ക് ഏത് ഷേപ്പിൽ വേണമോ ഇത് പ്രിൻറ്റ് ചെയ്തെടുക്കാനുള്ളൂ. നിലവിൽ ഇങ്ങനെയുള്ള ഒരു കെട്ടിടം ചെയ്യുമ്പോൾ ബേസ്മെൻറ്റ് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വരും. ചുവര് മാത്രം ഈ 3D പ്രിൻ്റഡ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചെയ്യാം. അതിന് മുകളിലേക്ക് ഈ കോൺക്രീറ്റ് ഒരിടത്തുനിന്ന് തയ്യാറാക്കി ഇതിൻ്റെ മുകളിൽ കൊണ്ട് നമ്മുടെ പാലങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ മുകളിൽ കൊണ്ട് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വാൾ പ്രിൻറ്റിങ്ങിന് യഥാർത്ഥത്തിൽ ഇത്രയും ഏരിയ പ്രിൻറ്റ് ചെയ്യാനായിട്ട് 2 ദിവസം മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി ഇതിൻ്റെ ക്യൂറിങ് ടൈമും ഫിനിഷ് ചെയ്യുന്നതിനാണ് 28 ഡേയ്സ്. TV കണക്ഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. വയറിംഗ് എല്ലാം പോസിബിൾ ആണ്. അത്യാവശ്യം നമുക്ക് വാഷ് ബേസിനും അതെല്ലാം വെക്കാനായിട്ട് ഉള്ള പ്രൊവിഷൻസ് ഇടാനുണ്ട്. സാങ്കേതിക വിദ്യ കുതിക്കുന്ന ഇക്കാലത്ത് കെട്ടിട നിർമ്മാണ രംഗത്തെ ഈ മാറ്റം ഉൾക്കൊള്ളാനായി നിർമ്മിതി ചുവട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ചെന്നൈ IITയിലെ സ്റ്റാർട്ടപ്പ് പോർട്ടൽ ടൈപ്പിലാണത്. സോ ദേ ആർ ദ ടെക്നോളജി പ്രൊവൈഡേഴ്സ്. സിമെൻറ്റും എംസാൻഡുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതൊരു അഡിറ്റീവ് ആയിട്ടൊരു പ്ലാസ്റ്റിക് പോളിമർ ഉപയോഗിക്കുന്നുണ്ട്. കോമ്പിനേഷൻ ആൻഡ് എവറിത്തിങ് ഈസ് പേറ്റൻഡ്. സോ ദാറ്റ് ഈസ് എ സീക്രട്ട്. ഞങ്ങളൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. സോ വി ആർ ഇൻ ദ പ്രോസസ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു മെഷീൻ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകും. മേ ബി വിത്തിൻ 2 months, maybe another 6 months we'll be able to start commercial construction. അതായത് വരും വർഷങ്ങളിൽ 3D പ്രിന്റഡ് ബിൽഡിങ്ങുകൾ നമുക്കിനി ഒരുപാട് കാണാൻ കഴിയും. ഈ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ട സാധന സാമഗ്രികളെല്ലാം അളന്ന് മുറിച്ച് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നൽകുന്നത് കൊണ്ട് തന്നെ നിർമ്മാണ വസ്തുക്കളുടെ പാഴ്ചെലവ് ഒട്ടുമുണ്ടാകില്ല. എന്നിട്ടും പരമ്പരാഗത രീതിയിൽ നിർമ്മിക്കുന്ന ഒരു കെട്ടിടത്തെക്കാൾ എന്തുകൊണ്ട് ഇപ്പോൾ ചിലവ് കുറച്ചുകൂടി നിൽക്കുന്നു എന്നതിൻ്റെ ഉത്തരം നമ്മൾ 2900 rupees വരുന്നുള്ളൂ പെർ സ്ക്വയർ ഫീറ്റ്. അത് ഒരു യൂണിറ്റ് ചെയ്തുകൊണ്ട്. സപ്പോസ് യു ടേക്ക് 100 വില്ല പ്രോജക്റ്റ് ഒറ്റ ഡിസൈനാണ്. അപ്പോൾ കോസ്റ്റ് വിൽ ബി വെരി മിനിമം. ഡിസൈൻ കോസ്റ്റ് വിൽ ബി 0. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പക്ഷേ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഫാസ്റ്റാണ്. മെറ്റീരിയൽ വേസ്റ്റേജ് ഇല്ലല്ലോ. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് മിക്സിംഗ് ആണ് വരുന്നത്. കൂലി ഇനത്തിൽ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വരുന്ന ചെലവ് മാത്രമല്ല പ്രശ്നം. കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ കിട്ടാനില്ല എന്നതും മലയാളികളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കെട്ടിട നിർമ്മാണ രംഗത്തെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹൃദ കെട്ടിടങ്ങൾക്കായി വിപ്ലവം നടത്തിയ നിർമ്മിതി ഈ വിപ്ലവവും വിജയകരമായി പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ VS ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.